ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ചൊവ്വാഴ്ചയുടെ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ വീണ്ടും ഇൻഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് ഗ്രൂപ്പിൽ വീണ്ടും നിങ്ങളോടൊപ്പം ഈ രാത്രിയിൽ ആയിരിക്കാൻ തക്കണം സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഇതിന്റെ അഡ്മിൻ അയക്കുന്ന ശ്രീ ബീന സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലതവണ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, പ്രിയ സിസ്റ്ററുമായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ പലവട്ടം പുള്ളിക്കാരത്തെ തന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരു ബൈബിൾ സ്റ്റുഡന്റ് കൂടിയാണ്, കോളേജിൽ പഠിക്കുന്നു. അതിന്റെ തീസീസും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആക്കണം. അങ്ങനെ ഉള്ള ഒത്തിരി തിരക്കുകളുടെ നടുവിൽ, പിന്നെ ശുശ്രൂഷ, പരസ്യയോഗം, ഇതിന്റെയൊക്കെ നടുവിൽ ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് ചില സമയത്തൊക്കെ കയറുവാൻ കഴിഞ്ഞില്ല. നിങ്ങള് ഉപവാസ പ്രാർത്ഥനയൊക്കെ നിങ്ങൾ 10-21 ഒക്കെ ഇരുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. സ്തോത്രം. കടന്നു വന്ന ശക്തന്മാരായ പ്രഗത്ഭന്മാരായ ദേവദാസന്മാരുടെ മെസ്സേജുകളൊക്കെ കേട്ട്, ദൂതുകളൊക്കെ കേട്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കുക. സ്തോത്രം. നിങ്ങളുടെ ദേവദാസി ഇടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇനി ഒരു മെസ്സേജിന്റെ കാര്യമുണ്ടോ? കാരണം എല്ലാ ദൂതുകളും കേട്ട് നിങ്ങൾ നല്ല വേണേ ഒരുപക്ഷെ എനിക്കിങ്ങോട്ട് പറഞ്ഞു തരുവാനുള്ള വളരെ സ്തോത്രത്തോടുകൂടി നിങ്ങൾ ഇരിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ച് ഓഫ് കോഡിന്റെ കൺവെൻഷനായിരുന്നു. അതിനകത്ത് ചർച്ച് ഓഫ് കോഡുകാർ വല്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ ആയിരുന്നു. എന്റെ സബ്ജക്റ്റ് എന്നായിരുന്നെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവും സഭയുടെ മടങ്ങിവരവുമായിരുന്നു. ഒരാഴ്ച കണ്ടിന്യൂസ് എത്ര ശക്തന്മാരായ ദേവദാസന്മാർ കൂടി ദൂത് കേട്ടു. ആ ദൂതിന്റെ അനുസരിച്ച് നോക്കിയാൽ ഇനിയിപ്പം ചർച്ച് ഓഫ് കോഡുകാരെല്ലാം ദൂതന്മാരായി മാറേണ്ടിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയിപ്പൊ അവരെ ആരോ ഉപദേശിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ഭയങ്കര ദൂതായിരുന്നു. സ്തോത്രം. അത് ഏറ്റെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നിത്യത ലഭിക്കും. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കടക്കും. സ്തോത്രം. നമ്മൾ വളരെ ഭയത്തോടെ വേണം ഓരോ ദിവസവും ദൈവത്തെ സേവിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒത്തിരി മെസ്സേജുകളൊക്കെ കേട്ടവരാ, അതുപോലെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയില് പ്രിയ സിസ്റ്റർ ഇന്നലെയാണ് എന്നെ അറിയിച്ചത്. ഞാൻ അന്നേരം ഞാൻ ഫ്രീ ആയതുകൊണ്ട് പറയാൻ ഇടയായി തീർന്നു. നാളെ പ്രഭാതത്തിൽ എനിക്ക് 2 ദിവസത്തെ കൊല്ലത്തെ മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകണം. ഒത്തിരി തിരക്കുടെ നടുവിലാണ് പ്രിയ സിസ്റ്റർ എപ്പോഴും വിളിക്കുമ്പോൾ ഒഴിവാക്കുന്നത്. അത് ദൈവഹിതമല്ല, തെറ്റായതുകൊണ്ട് ഞാൻ രാത്രിയിൽ എത്ര ബദ്ധപ്പാടുകളുടെ നടുവിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. കർത്താവ് കടന്നു വന്ന എല്ലാ ദേവദാസിമാരെയും, ദേവദാസന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വചനം ദൈവാത്മാവ് നിങ്ങളോട് അറിയിക്കാൻ ഇടപെട്ട ഒരു വചനം ഞാൻ ആദ്യമായിട്ട് വായിക്കട്ടെ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, സ്തോത്രം. ചൊവ്വാഴ്ചയുടെ നല്ല രാത്രിക്കായി സ്തോത്രം. കർത്താവേ, ഈ പുതുവർഷത്തിന്റെ 1-ാമത്തെ മാസം കർത്താവേ, സ്തോത്രം. ഒരു ചൊവ്വാഴ്ച കൂടി ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, 27-ാം തീയതി ചൊവ്വാഴ്ച കൂടി ദൈവം ഞങ്ങൾക്ക് ദാനം തന്നതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. കർത്താവേ, സ്തോത്രം. ഓരോ ദിവസവും കർത്താവിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നു. ആരോഗ്യത്തോടെ, ബലത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ കർത്താവെ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ദൈവമേ, ദൈവം അറിയിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. പ്രിയ ദേവദാസി പ്രാർത്ഥിച്ചതുപോലെ മാനുഷ്യമായ ഒന്നും നാവിൽ കൂടി വരുവാൻ സ്വർഗം അനുവദിക്കല്ല്. കർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായ ജീവിതങ്ങളോട് ഇടപെടണമേ. നെറ്റിന്റെ ഇഷ്യൂ ആർക്കും ഉണ്ടാവില്ല. ബീനസിന്റെയും കുടുംബത്തിനായി സ്തോത്രം. എന്റെ ദാസിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്ന എല്ലാ ദൈവിക ശുശ്രൂഷകൾക്കായി ദൈവത്തിന് നന്ദിരത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആരും ഇതിനകത്ത് മുൻപതിയോടുകൂടി ഇരിപ്പാൻ സ്വർഗം അനുവദിക്കല്ല്. ദൈവത്തിന്റെ സന്നിധി ബോധത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണേ. സ്തോത്രം.
ഒരുപക്ഷെ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രസംഗം വന്നു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷേ അല്ലേ, നിങ്ങൾ ഉള്ളിൽ ഒരു പ്രസംഗം വന്നിട്ടുണ്ട് എന്തായാലും, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒന്നുമല്ല ദൈവാത്മാവ് ഇന്ന് രാത്രി തന്നത്. സ്തോത്രനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപതോടുകൂടിക്കുക ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമുക്കറിയാം ഇവിടെ സ്തോത്രം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ല ദൈവം യെഹെസ്കേൽ എന്ന പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് ദൈവം പ്രവാചകനിൽ കൂടി ചില ശുശ്രൂഷകൾ അവിടെ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ അസ്ഥി താഴ്വര എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, അസ്ഥികളോട് പ്രവചിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോഴും അസ്ഥിയും താഴ്വരകളും ശവക്കോട്ടയൊക്കെ നമ്മുടെ മുമ്പിൽ ഓർമ്മ വരും. പക്ഷെ ഇതൊന്നുമല്ല, ഇസ്രായേൽ ജനത്തിനെ, ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ഒരു സ്തോത്രം, ഒരു രൂപമാണ്, അല്ലെ ഒരു പ്ലാനാണ്, അല്ലെ ഒരു സ്കെച്ചും പ്ലാനുമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ കാണിക്കുന്നത്. അതായത് ജനം ദൈവത്തോട്, നമുക്കറിയാം ദൈവത്തിന്റെ സ്വന്തം ജനമായി ഇസ്രായേൽ, ദൈവം തെരഞ്ഞെടുത്ത തന്റെ ജനം, ദൈവം സ്നേഹിച്ച തന്റെ ജനം, എന്റെ മകനെ ഞാൻ വിളിച്ചു വരുത്തിയെന്ന ദൈവം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ പലപ്പോഴും ദൈവസന്നിധിയിൽ അവർ അകന്നു പോയിട്ട്, നമുക്കറിയാം പ്രവാചകന്മാർ കൂടി, രാജാക്കന്മാരിൽ കൂടി, ന്യായാധിപന്മാരിൽ കൂടി ഒക്കെ ദൈവം അവരോട് സംസാരിച്ചെങ്കിലും അവർ ഒരു കാലഘട്ടം വരെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുകയും പിന്നീട് ദൈവത്തോട് മർദ്ദലിച്ച് ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുകയും ദൈവം അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗങ്ങളാണ് നമ്മൾ ഇങ്ങനെ വായിച്ചൊക്കെ വരുന്നത്. എന്നാൽ ഇവിടെ നമുക്കറിയാം ശക്തനായ പ്രവാചകനാണ് യെശയ്യാവ്. പ്രവാചകൻ എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും കർത്താവിന്റെ ജീവിതവും മരണവും പുനരുത്ഥാനവും ഒക്കെ പ്രവചിച്ച ശക്തനായ ഒരു പ്രവാചകനാണ് യെശയ്യാവ്. എന്നാൽ പ്രവാചകനായ യെശയ്യാവിന് കൊടുക്കാത്തതും പ്രവാചകനായ യിരെമ്യാവിന് കൊടുക്കാത്തതുമായ ഒരു പ്രത്യേക ദർശനമാണ് യെഹെസ്കേലിന് ദൈവം കൊടുക്കുന്നത്, അല്ലെ? കേബാർ നദീതീരത്ത് താൻ ഇരിക്കുമ്പോൾ ദൈവം ദർശനത്തിൽ തന്നോട് ദർശനത്തിൽ ചില വെളിപ്പാടുകൾ സ്വർഗം കൊടുക്കുക. സ്തോത്രം. എന്നാൽ ദൈവം ഈ മനുഷ്യനോട് ദൈവത്തിന്റെ അള്ളപ്പാടും ആലോചനയൊക്കെ അറിയിക്കുമെങ്കിലും ഞാൻ ചുരുക്കി പറയട്ടെ, ഈ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുക, ചില ടാസ്കിലൂടെ കടത്തിവിടുക. ഹല്ലേലൂയ. ടാസ്കിലൂടെ കടത്തിവിടുമ്പോൾ ദൈവം പറഞ്ഞ ടാസ്കിനെ യെഹെസ്കേൽ കംപ്ലീറ്റ് ചെയ്യുക, യാതൊരു മടിയും കൂടാതെ, അല്ലെ? വളരെ വേദനാജനകമായ ചില ടാസ്ക് ആണ് യെഹെസ്കേലിന് ദൈവം കൊടുക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും മനുഷ്യന്റെ മലമെടുത്ത് അതിനെ ഉണക്കി ഭക്ഷണം പാകം ചെയ്യണമെന്ന് പറയുമ്പോഴും, ഒരു വശം ചെരിഞ്ഞു കിടന്ന് പ്രവചിക്കണം എന്ന് പറയുമ്പോഴും, ഭാര്യ മരിക്കുമ്പോ കരയല്ലെന്ന് പറയുന്നതും, ഇതൊക്കെ കടന്നു പോകുന്ന ദൈവം കൊടുക്കുന്ന ചില ടാസ്കുകള് ജീവിതത്തിൽ വളരെ വേദനാജനകമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ ചില പ്രതികൂലങ്ങൾ കൂടി കടത്തി വിട്ടുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിന്റെ ജീവിതത്തിൽ ചില പരീക്ഷകൾ തന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഒരിക്കലും തകർത്ത് കളയാനല്ല. സ്തോത്രം. നമ്മൾ തകർന്നു പോകുവാനല്ലെന്നേ ദൈവം നമ്മളെ എങ്ങനെ, ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ളവരോ നമ്മളോടൊപ്പം സഭയിൽ ആരാധിക്കുന്നവരോ അല്ലെ നമ്മളെ ബന്ധുമിത്രാദികളോ വിശ്വാസത്തിലല്ലാത്തവരൊക്കെ പറയുമായിരിക്കാം, ഓ വളരെ പ്രാർത്ഥനാക്കാരിയാ, എപ്പം നോക്കിയാലും പ്രാർത്ഥന, എപ്പം നോക്കിയാലും ബൈബിൾ വായന, എപ്പം നോക്കിയാലും സ്തോത്രം. പക്ഷെ അവിടെ ജീവിതത്തിൽ, അവിടെ കുടുംബത്തിൽ, അവരുടെ തലമുറയുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കറിയാത്തത്, അവർക്ക് ലഭിക്കാത്ത ഒന്ന് എന്ത് ചെയ്യുക, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കെപ്പോഴും ദൈവം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം തരുന്ന ചില ടാസ്കുകളെ നമ്മൾ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമ്മളത് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, ഞാൻ പറയട്ടെ, നമ്മൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായ ചില മേഖലയിൽ കൂടി, അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കുന്നവരാട്ടെ, അവരെ ദൈവം ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ, അല്ലെ ചില ദൈവിക ദർശനങ്ങൾ, ചില ദൈവിക വെളിപ്പാടുകളിലേക്ക് സ്വർഗം എന്ത് ചെയ്യുക, അവരെ നടത്തുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ യെഹെസ്കേൽ എന്ന പ്രവാചകന് ദൈവം കൊടുത്ത ടാസ്കിലെല്ലാം പ്രവാചകൻ ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പറയാണ്, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. 37-ാം അധ്യായം 1-ാം വാക്യം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ടാസ്ക് പൂർത്തിയാക്കിയവന്റെ മേൽ എന്ത് വന്നു? യഹോവയുടെ കരം വന്നു.
സ്തോത്രം. അപ്പൊ നമുക്കറിയാം ദൈവത്തിന്റെ കരത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒത്തിരി പ്രത്യേകതകൾ. ഞാൻ ഈ ന്യൂ ഇയറിന്റെ 31-ാം തീയതി ഒക്കെ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ ഒരു ആത്മാവിൽ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ദൈവം കോരേശിനോട് ദൈവം പറഞ്ഞു, കോരേശ് എന്റെ ഇടയനാ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുന്നവനാ. ദൈവം പറയാം, ഞാൻ അവന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരുവന്റെ വലങ്കൈക്ക് പിടിക്കണമെങ്കിൽ ദൈവവും ആ മനുഷ്യനും തമ്മിൽ, ഇപ്പൊ ഞാൻ വീണ സിസ്റ്ററെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെന്ന് അപ്പൊ എനിക്ക് സൂം മീറ്റിങ്ങിലൂടെ പുള്ളിക്കാരത്തെ പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ വീട്ടിൽ ചെന്ന് സിസ്റ്ററെ എന്ന് പറഞ്ഞു പ്രൈസ് ലോർഡ് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടും ഫേസ് ടു ഫേസ് നിന്നെങ്കിൽ മാത്രമേ എനിക്ക് സിസ്റ്ററിന്റെ കയ്യെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ പറയാം, ഞാൻ അവന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തിത്വ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ സ്തോത്രം ഹിതം അനുസരിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ദൈവം അവരുടെ വലങ്കൈക്ക് പിടിക്കും. ദൈവത്തിന്റെ വലങ്കൈയുടെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കയ്യ, അല്ലെ? ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നതാ. ഹല്ലേലൂയ. ചെങ്കടലിനകത്ത് ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം അവര് വഴി കാണാതെ പുറകോട്ട് നോക്കിയപ്പോൾ ശത്രു സൈന്യം അവരെ പിന്തുടരുന്നു. ഇരുവശത്തും അവർക്ക് കടന്നു പോകാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം മോശയോട് ചോദിക്കുന്നുണ്ട്, മോശേ നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനിടയായി തീർന്നു. അല്ലെ, നോക്കൂ, മിസ്രൈമിൽ നിന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയേണ്ടതല്ല ഈ വചനം, പക്ഷെ എങ്ങനെ അത് കയറി വരിക? നമുക്കറിയാം, ഈ മിസ്രൈം എന്ന തൊന്റെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ ചെങ്കടൽ ഇവരുടെ മുമ്പിലുണ്ടെന്ന് ദൈവത്തിന് അറിയാം. സ്തോത്രം. ദൈവദാസിമാരെ, ദൈവ വൈതലേ, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിലുള്ള ചെങ്കടൽ എന്താന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ മുന്നിൽ വരുന്ന യോർദാൻ എന്താന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ഈ ചെങ്കടലിൽ ഇവര് വന്ന് നിലവിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചെങ്കടലിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വഴി സ്വർഗം അവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ജനം എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോൾ അവർ പിറുപിറുത്തു. അവർ ദൈവത്തോട് എന്ത് ചെയ്യാ? ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ദൈവം മോശയോട് ചോദിക്കുന്നുണ്ട്, മോശേ നീ എന്തിനാ നിലവിളിക്കുന്നത്? നിന്റെ കരത്തിൽ ഇരിക്കുന്ന എന്താ? ദൈവത്തിന്റെ വടിയ, അല്ലെ? സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയട്ടെ ദേവദാസിമാരെ, അല്ല ദേവദാസന്മാരെ. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കുന്നതിന് ചില അർത്ഥങ്ങളുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും ചോദിക്കും, കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യത്തിന് മുമ്പിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ദൈവം പറയുന്നുണ്ട്, ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം പറയുന്നുണ്ട്, അല്ല പുറപ്പാടിലേക്ക് വരുമ്പോ ദൈവം പറയുന്നുണ്ട്, പുറപ്പാട് ദൈവം പറയുന്നുണ്ട്, മോശെ ആരാക്കി വെച്ചിരിക്കുക? ഇസ്രായേൽ ജനത്തിന്റെ ദൈവമാക്കി, അല്ലാതെ ഫറവോന് ദൈവമാക്കി ദൈവം വെച്ചിരിക്കുക മോശെ. ഹല്ലേലൂയ. എടാ, ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുന്ന മോശെ, ഈ പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നേ? ഹല്ലേലൂയ. നിന്റെ മേൽ ഞാൻ തന്ന അധികാരം എവിടെ പോയി? ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുക, ദൈവം ചില അധികാരങ്ങൾ നിന്റെ മേൽ പകർന്നിട്ട്, ദൈവം ചില ശുശ്രൂഷകൾ നിന്റെ മേൽ പകർന്നിട്ട്, ദൈവം ചില കൃപാവരങ്ങൾ, അഭിഷിക്ത ദാസിനെ നിന്റെ മേൽ പകർന്നിട്ട് ദൈവാത്മാവ് ചോദിക്കുക, ചില വിഷയങ്ങൾ നിന്റെ മുൻപിൽ കടന്നു വരുമ്പോൾ നീ എന്തിനാ നിലവിളിക്കുന്നേ? നീ എന്തിനാ ഭാരപ്പെടുന്നേ? ഹല്ലേലൂയ. ഞാൻ ഫറവോന് നിന്നെ ദൈവമാക്കി വെച്ചപ്പോൾ നിനക്ക് കൽപ്പിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത്. നീ കൽപ്പിക്കാതെ നീ എന്ത് ചെയ്യാ? നീ കടന്ന് നിലവിളിക്കുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ കയ്യിലിരിക്കുന്ന വടി സ്തോത്രം ചെങ്കടലിന് നേരെ നീട്ടണം. ഹല്ലേലൂയ. നമ്മളത് പറയുമ്പോൾ പ്രാർത്ഥന. നീ പ്രാർത്ഥിക്ക്, നീ ഒന്ന് കരേ, നീ വിശ്വാസത്തോടെ പ്രഖ്യാപിക്ക്, നീ ഒന്ന് കൽപ്പിക്ക്. നീ കൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഭുജം നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നീ എന്ത് ചെയ്യും? ചെങ്കടൽ കടന്ന് സ്തോത്രം ദൈവത്തെ തപ്പെടുത്ത് നൃത്തം ചെയ്യുവാൻ ദൈവം ഇടവരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി. രക്തം ക്ഷേമെടുക്കുക. ഇന്ന് രാത്രി ഞാൻ എന്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അനുഭവത്തെ ഒരിക്കലും ഒരു മനുഷ്യർക്കും കണ്ടിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ പ്രവാചകൻ പറയാ, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു. നോക്കൂ,
3 പ്രാവശ്യം ദൈവം ഇവിടെ യെഹെസ്കേലിനോട് ഇത് പ്രവചിക്കാം. ഒന്ന്, ദൈവം ഞാൻ വായിച്ച കുറിവാക്യം, ദൈവം പറയാ നീ എന്ത് ചെയ്യണം, അല്ലെ നീ അവരോട് പ്രവചിക്കണം. ആരോട് പ്രവചിക്കണം? ഇസ്രായേൽ മക്കളോട് പ്രവചിക്കണം. ദൈവം ഒന്നാമത് പറയാണ് നീ എന്ത് ചെയ്യണം, നീ അസ്ഥിയോട് പ്രവചിക്കണം. സ്തോത്രം. വീണ്ടും ദൈവം മൂന്നാമത് പറയാണ് നീ കാറ്റിനോട് പ്രവചിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, ഇതെല്ലാം എന്ത് ചെയ്യാ, അസാധ്യമായതല്ലേ. ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കാൻ അവർ ഒത്തിരി പ്രവചനങ്ങൾ കേട്ടവരാ, പക്ഷെ ഇപ്പോൾ അവരുടെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. അല്ലെ, അവരെന്ത് ചെയ്യാം, അവര് പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോയിരിക്കുക. ഇസ്രായേൽ ജനത്തെ നെബൂഖദ്നേസർ എന്ത് ചെയ്തു? നല്ല സ്തോത്രം, ഹല്ലേലൂയ, നല്ല നിപുണരായവരെ, ഹല്ലേലൂയ സ്തോത്രം, നല്ല കാണാൻ കൊള്ളാവുന്നവരെ, ഹല്ലേലൂയ സ്തോത്രം, അവരെയൊക്കെ പിടിച്ചു കൊട്ടാരത്തിലേക്ക് വായിക്കുമ്പോൾ അറിയാം, യഹൂദ ബാലന്മാരെയൊക്കെ കൊണ്ടുപോയത് സ്തോത്രം കൊണ്ടുപോയിരിക്കുക. എന്നാൽ കുറച്ച് ജനം എവിടെ കിടക്കുക? ഇവര് സ്തോത്രം യെരൂശലേമിൽ കിടക്കുക, ചിലര് ബാബിലോണിന്റെ കൊട്ടാരത്തിനകത്ത് കിടക്കുക. അപ്പോ ദൈവത്തിന്റെ ജനം ചിതറിക്കിടക്കുക, എങ്ങും അടുക്കുവാൻ കഴിയാതെ, എങ്ങും കൂടിച്ചേരുവാൻ കഴിയാതെ, എങ്ങും ദൈവപ്രവൃത്തി നടക്കാതെ, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ ദൂതുകൾ കേൾക്കുന്നുണ്ട്, പ്രവാചകന്മാർ പേര് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ദൂതുകൾ 2025 എത്രയോ ദൂതുകൾ കേട്ടിട്ട് അത് നിവർത്തിയാകാതെ ചിതറിത്തിളക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, 2026 ദൈവ വൈതലേ, നീ സ്തോത്രം, നീ ചിലതിനോട് കൽപ്പിക്കുവാൻ തയ്യാറായാൽ, നീ ചിലതിനോട് പ്രവചിക്കുവാൻ തയ്യാറായാൽ, നീ വിശ്വാസത്തോടെ കൽപ്പിക്കുവാൻ തയ്യാറായാൽ, ദൈവം എന്താ ചെയ്യാൻ പോവാ? ചിതറിക്കിടക്കുന്നതിനെ ഒരിക്കലും കൂടി ചേരത്തില്ലെന്ന് ശത്രു വിധി എഴുതിയതിനെ, അല്ലെങ്കിൽ ഒരിക്കലും ഈ വിഷയം നടക്കത്തില്ല, നിന്റെ തലമുറ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കത്തില്ല, നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു വെല്ലുവിളിച്ച ചില വിഷയങ്ങളുടെ മധ്യേ ദൈവം എന്ത് ചെയ്യാ? അതിനൊരു നീക്കുപോക്ക് സ്വർഗം കൽപ്പിക്കാൻ പോകുക. ദൈവത്തിന് മഹത്വം. വിശ്വാസമുള്ളവര് ഏറ്റെടുക്കണമേ ഇന്ന് രാത്രി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ വചനമാണ് നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. ഞാൻ ഇങ്ങനെ പ്രഭാതത്തിൽ ശുശ്രൂഷപ്പോ ഞാൻ ഇങ്ങനെ പറയാനിടയായി തീർന്നു. അല്ലെ ദൈവദാസിമാരെ, ഞാൻ നോക്കൂ, ഹല്ലേലൂയ സ്തോത്രം, ശൂന്യതയുടെ നടുവിൽ, അല്ലെ ശൂന്യത. ഇവിടെ ശൂന്യതയാ. ഇവിടെ പ്രവാചകനെ കൊണ്ട് ദൈവം നിർത്തുന്ന എവിടെയാ? അസ്ഥി താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. അവിടെ കൊണ്ട് നിർത്തിയിട്ട് അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്ത് ചെയ്യാ? അവയിൽ കൂടി ദൈവം എന്നെ ചുറ്റിച്ച് നടത്തി. പക്ഷേ അവ താഴ്വരയിൽ ഏറ്റവും ഉണങ്ങിയതായിരുന്നു. എന്ന് വച്ചാൽ ഏറ്റവും ഉണങ്ങിയത്, അതിനകത്ത് ഒരു സാധ്യതകളുമില്ല. അല്ലല്ല, അതൊരു സ്കെൽറ്റൻ അല്ല. ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ചിതറിക്കിടക്കുക. ഒരിക്കലും കൂടി യോജിപ്പിക്കത്തില്ല, ഒരിക്കലും ഒന്നിച്ച് ചേരത്തില്ല, ഒരിക്കലും ഐക്യത്തിലേക്ക് വരത്തില്ല, ഒരിക്കലും പ്രാർത്ഥനാ ഗ്രൂപ്പിനെ മുന്നോട്ട് വിടത്തില്ല, ഒരിക്കലും നീ അങ്ങനെ ആളാവണ്ട, ഒരിക്കലും നീ അങ്ങനെ നടത്തണ്ട. അല്ലെ സ്തോത്രം. അങ്ങനെ എത്രയോ ബാധിച്ച അല്ലെ ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ലവീന സിസ്റ്ററെ, എത്രയോ രാത്രികൾ കരഞ്ഞ ദിവസങ്ങൾ ഇല്ലേ മുന്നിൽ? ഇന്ന് സൂമൊക്കെ നടത്തുന്നുണ്ട്, അതിന്റെ അഡ്മിൻ ആയിരിക്കുന്നുണ്ട്, ദേവദാസന്മാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ മുന്നിൽ കടന്നുപോയ വേദനകൾ എത്രയോ വലുതാ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പ്രവാചകനെ കൊണ്ട് ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ കൊണ്ട് ദൈവം ചുറ്റി നടക്കുമാറാക്കി. ഹല്ലേലൂയ. ഇന്നും ചില വിഷയത്തെ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. ചില മറുപടി കിട്ടാതെ ഹല്ലേലൂയ ചുറ്റുമല്ല ദേവദാസന്മാരെ, ദേവദാസിമാരെ, സഹോദരിമാരെ, ചില വിഷയങ്ങൾ ഇന്നും ചുറ്റിച്ചോണ്ടിരിക്കുക ശത്രു. ഹല്ലേലൂയ. അത് മുന്നോട്ട് നമുക്ക് പിടിക്കുവാൻ കഴിയാതെ വണ്ണം, മുന്നോട്ട് അതിനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം, അതിനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പുറകോട്ട് വലിക്കുന്ന ശത്രുവിന്റെ സ്തോത്രം ചില വെല്ലുവിളികൾ ഇന്ന് രാത്രി ചില സൂമിലിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യക്തമായി സംസാരിക്കുക. 2025 നിന്നെ ചുറ്റിച്ച മേഖലകളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയുക, ഈ 2026 കുഞ്ഞെ, ഇത് നിന്റെ വർഷമാ, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വർഷമാ. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ചില അസ്ഥി കൂമ്പാരങ്ങളെ ഉണങ്ങി കിടക്കുന്നതിനെ ജീവൻ വെപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് വൈഡമാന ശിവരവൽ അർത്ഥുരെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവമെന്ന് ദൈവത്തിന്റെ ആത്മാ വ്യക്തമായി ദൂത് കൈമാറുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ശൂന്യമായി കിടക്കുന്ന അസ്ഥികൾ,
അതിന്റെ മുമ്പിൽ കൊണ്ട് ഹല്ലേലൂയ നിർത്തിയിരിക്കുക. നിർത്തിയിട്ട് സ്തോത്രം ചുറ്റി ചുറ്റി ദൈവം നടക്കുമാറാക്കി. അത് ഏറ്റവും ഉണങ്ങിയിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുമില്ല. എഗസ്കേലിന് അറിയാം ദൈവം ആരാണെന്ന്. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് എഗസ്കേലിന് അറിയാം. പിതാക്കന്മാരെ നടത്തിയ ദൈവം ആരാന്ന് എഗസ്കേലിന് അറിയാം. എഗസ്കേലിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുക, ഓ വൈഡമാന ശിവരമലാർത്ഥുരേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഓ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുക, കുഞ്ഞേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുമോ? നിനക്ക് വിശ്വാസമുണ്ടോ? നീ ചോദിക്കുന്നില്ലേ? നീ കരയുന്നില്ലേ? നീ കർത്താവിനോട് പറയുന്നില്ലേ, കർത്താവേ, എത്ര നാളുകൊണ്ട് ഞാൻ ഈ വിഷയത്തിന് പ്രാർത്ഥിക്കുക, എത്ര നാളുകൊണ്ട് ഞാൻ കരയുക, അപ്പ എന്നാ എനിക്കൊരു മറുപടി, എന്നാ ഞാൻ ഇതിനൊരു മറുപടി കാണുന്നത്, എന്നാ ഞാനൊന്ന് സന്തോഷിക്കുന്നത്? ഹല്ലേലൂയ. എന്റെ ഹല്ലേലൂയ തലമുറയ്ക്ക് വേണ്ടി നീ എന്നാ ഒരു വഴി ഒരുക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി നീ എപ്പോഴാ ഒരു വഴി ഒരുക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം എന്ന് ദൈവ പൈതലേ നീ ഹല്ലേലൂയ ചോദിക്കാറില്ലേ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങളോട് ചോദിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ ഏറ്റവും ഉണങ്ങിക്കിടക്കുക ദൈവം ചോദിക്കുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറയുക, ഹല്ലേലൂയ, ഈ മനുഷ്യൻ പറയുക, യഹോവയായ കർത്താവേ, അത് നീ അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഓ യഹസ്കേലിന് അറിയാം ദൈവത്തിന് നമ്മുടെ എന്തറിയാം. ദൈവത്തിന് നമ്മുടെ ഹല്ലേലൂയ ഓ പാസ്റ്റ് അറിയാം, നമ്മുടെ സ്തോത്രം പ്രസന്റ് അറിയാം, നമ്മുടെ ഫ്യൂച്ചർ അറിയാം. ദൈവമല്ലേ, നീ ആരായിരുന്നു ദൈവത്തിനറിയാം. ഇപ്പോഴുള്ള നീ കടന്നു പോകുന്ന സാഹചര്യം ദൈവത്തിനറിയാം. വരും കാലത്ത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോണ ഓ വിഷയങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം. ഈ എഗസ്കേൽ എന്ന മനുഷ്യനറിയാം. ഓ വലിയവനായ ദൈവത്തിന്, അതെ, ഓ സമുദ്രത്തിലെ വെള്ളത്തെ തന്നെ ഓ കൈക്കുപ്പിളിൽ അളക്കുന്ന ദൈവം, ഓ ചാടുകൊണ്ട് ആകാശത്തിന്റെ വർണ്ണാമം എടുക്കുന്ന ദൈവം, ഭൂമിയുടെ പൊടിയെ നാഴിയെ കൊള്ളിക്കുന്ന ദൈവം. ഓ സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന് സകലതും അറിയാം. എഗസ്കേൽ അറിയാം, ദൈവമേ, നീ എന്റെ പാസ്റ്റ് അറിയുന്നു. ദൈവമേ, നീ എന്റെ പ്രസന്റ് അറിയുന്നു. ദൈവമേ, നീ എന്റെ ഫ്യൂച്ചർ അറിയുന്നു. എനിക്കൊന്നും പറയാനില്ല. ജീവിക്കുമെന്ന് പറഞ്ഞാൽ അല്ല, അത് നീ അറിയുന്നു. ജീവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് നീ അറിയുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് കർത്താവിനോട് പറയാൻ പറ്റും, അപ്പാ, നീ സകലതും അറിയുന്നു. എന്റെ കുടുംബത്തിന്റെ വിഷയങ്ങൾ, എന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ, എന്റെ തലമുറയുടെ വിഷയങ്ങൾ, എന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ, ഓ ഗ്ലോറി ഹല്ലേലൂയ, എന്റെ സാമ്പത്തിക വിഷയങ്ങൾ, എന്റെ ശുശ്രൂഷയുടെ മേഖലകൾ, ദൈവമേ, നീ അറിയുന്നു. സമ്മതിച്ചു കൊടുക്കാമോ? രാത്രി ഹല്ലേലൂയ ഒന്ന് സമ്മതിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. പ്രവാചകൻ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുക, കർത്താവേ, നീ അറിയുന്നു, നീ അറിയുന്നു. ഹല്ലേലൂയ. രാവിലെ ഒരു സൂമയെ പ്രസംഗിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്നൊരു വചനം. നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം സുപരിചിത. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ അറിയാം, പത്രോസ് മീൻ പിടിച്ചിട്ട് മീനൊന്നും കിട്ടാതെ എന്റെ ചേർത്ത് തടാകത്തിൽ നിന്ന് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ശീമോനുള്ളതിനായ ഒരു പടകിനെ ശീമോനോട് ചോദിക്കുക. ആ വലയ്ക്കകത്ത് ഒന്നും കിട്ടിയില്ല. പത്രോസിന്റെ കയ്യിൽ ഒത്തിരി വലകളുണ്ട് കേട്ടോ. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനാ. ഒത്തിരി വലയുണ്ട്. നമ്മൾ ഈ പുഞ്ചവയലിലേക്കൊക്കെ പോകുമ്പോ കൊച്ചുമീനെ പിടിക്കുന്ന വല, വലിയ വാള പിടിക്കുന്നത്, കൊഞ്ച് പിടിക്കുന്നത്, ഒത്തിരി. നമുക്ക് ഈ മുക്കന്മാരുടെ ഭവനത്തിലൊക്കെ പോണം. ഞാൻ പോയിട്ടുള്ള കേട്ടോ, അവരോട് താമസിച്ചിട്ടുള്ള, ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ള. കാരണം ദൈവത്തിന്റെ വചനത്തെ ഒന്ന് 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 ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്, അവരുടെ കൂടെ പാർത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് പ്രിയപ്പെട്ട പല കുടുംബങ്ങൾ കൊല്ലം നീണ്ടകരയിൽ താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെയൊക്കെ പോകാറുണ്ട്. വലകളും ഞാൻ കണ്ടിട്ടുണ്ട്. പല പല വലകളാണ്. ഈ മനുഷ്യന്റെ കയ്യിൽ എല്ലാ വലകളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ മനുഷ്യൻ രാത്രി മുഴുവനും പല വലകളും ഇട്ടു നോക്കി, പക്ഷി പറക്കുന്നത് നോക്കി. മേഘം കണ്ടു. അവർക്കൊക്കെ അറിയാം, പക്ഷി പറക്കുമ്പോൾ മേഘത്തിന്റെ ആ സ്തോത്രം ചേഞ്ച് വരുമ്പോൾ അറിയാം എവിടെ ഏത് വലയിടണം. അത് മുക്കന്മാർക്ക് അറിയാവുന്ന അവര് പറയുന്നത്. പക്ഷെ പത്രോസ് ഇതൊക്കെ പയറ്റി കാണും. കാരണം ഡെയിലി ഉള്ള വരുമാനമല്ലേ. പത്രോസിന് ഇഷ്ടം പോലെ വലയുണ്ട്, എല്ലാം പയറ്റി. പക്ഷെ
തൻ്റെ വലയ്ക്കകത്തൊന്നും കയറിയില്ല, ഒന്നും കയറിയില്ല. വളരെ നിരാശനായി പത്രോസ് ഇരിക്കുമ്പോഴാണ് കർത്താവ് ശീമോന്റെ പടക് ചോദിക്കുകയും കർത്താവ് അതിൽ കയറുകയും ഹല്ലേലൂയ അതിനകത്ത് ദൈവം വചനം പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. വചനം പ്രസംഗിച്ച് തീർന്നപ്പോൾ നോക്കൂ, വചനം മൊത്തം പത്രോസ് കേട്ടു അല്ലെ. മൊത്തം പുരുഷാരം, തിങ്ങി നിറഞ്ഞ പുരുഷാരത്തോട് കർത്താവ് പടകിലിരുന്നു കൊണ്ട് വചനം പറഞ്ഞപ്പോൾ, കർത്താവിന്റെ വചനം എങ്ങനെയാ? നമ്മുടെ വചനം പോലെയാണോ? നിത്യജീവന്റെ മൊഴികൾ അപ്പാ നിന്റെ മക്കൾ ഉണ്ടല്ലോ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ പത്രോസ്, ആ പത്രോസ് ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ വചനം കുറിച്ചു വെച്ച് അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ, വചനത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലേ, ഇവിടെ ദൈവാത്മാവ് ലൂക്കോസിനെ കൂടി എടുത്തെഴുതിയ വചനം ദൈവം പറഞ്ഞ ശേഷം പത്രോസ് മിണ്ടാതിരുന്നു. വചനം മൊത്തം കേട്ടു, മൊത്തം വചനം കേട്ടു. വചനം പറഞ്ഞ് തീർന്ന ശേഷം ദൈവം പത്രോസിനോട് പറയാം, പത്രോസേ നീ ആഴത്തിലേക്കൊന്ന് വല വീശുക. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് വിശ്വാസത്തോടെ ദൈവ പൈതലേ, നീ വചനം അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ ചില ശൂന്യതകളെ ഞാൻ എടുത്തു മാറ്റുന്ന ദൈവമാ. ഹല്ലേലൂയ, സ്തോത്രം. ശൂന്യമായി കിടക്കുന്ന പറഞ്ഞതുപോലെ അസ്ഥി താഴ്വരെ ഒറ്റ മുടങ്ങി കിടക്കുന്നത് പോലെ, പത്രോസിന്റെ പടക് ശൂന്യമായിരിക്കുന്നത് പോലെ, വചനം കേട്ട ഉടനെ കർത്താവ് നീ ആഴങ്ങളിലേക്കൊന്ന് വല വീശാൻ പറയുമ്പോൾ പത്രോസ് സമ്മതിച്ചിട്ട് പറയാ, നാഥ മുഴുവൻ ഞാൻ അധ്വാനിച്ചു, നീ കണ്ടതാ അല്ലേ. എഗസ്കേല് പറഞ്ഞതുപോലെ, യഹോവയാ കർത്താവേ നീ സകലതും അറിയുന്നു. ഇവിടെ പത്രോസ് പറയാ, നാഥ ഞാൻ മുഴുവൻ അധ്വാനിച്ചു, എനിക്ക് കഴിയാവുന്ന സകലതും ഞാൻ ചെയ്തു, എല്ലാ വലകളും ഞാൻ ഇട്ടു, ഞാൻ കാലാവസ്ഥ നോക്കി, പക്ഷെ എന്ത് പറ്റി? എന്റെ വലയിലൊന്നും കയറിയില്ല, എന്റെ വലയിലൊന്നും കയറിയില്ല. കർത്താവ് ഒറ്റ വാക്ക് കൽപ്പിച്ചു, നീ ആഴത്തിലേക്ക് വല ഇറക്ക. ആ കൽപ്പന കേട്ടെടുത്ത പത്രോസ് ആഴത്തിലേക്ക് വല വീശിയപ്പോൾ നമുക്കറിയാം അവിടെ എന്ത് ലഭിച്ചുവെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ദേവദാസിമാരെ, ദേവദാസന്മാരെ, എന്നെ കഴിഞ്ഞ് നല്ല ശുശ്രൂഷ പാഠവുമുള്ള അഭിഷിക്തന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ ശൂന്യതകളെ നോക്കി ദൈവത്തിന്റെ വചനത്തെ ആഴമായിട്ടൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവത്തിന്റെ വചനം ദൈവ പൈതലേ നിന്റെ വായിൽ കൂടി പറയാൻ തയ്യാറാണോ? ആ നിമിഷം സ്വർഗം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ വചനത്തിന്റെ പ്രവൃത്തി സ്വർഗം ചെയ്തെടുക്കുവാനിടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇവിടെ മനുഷ്യപുത്ര, ഹല്ലേലൂയ, അസ്ഥികൾ ജീവിക്കുമോ? ഇല്ല യഹോവയായ കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു, എന്റെ എല്ലാ കാര്യങ്ങളും നീ അറിയുന്നു. ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിലൊന്ന് പറയാൻ പറ്റുമോ? ഹൃദയത്തിൽ ഒരു ഹൃദയം ഒന്ന് വേദനിച്ച് ദൈവമല്ലേ നിന്റെ കണ്ണൊന്ന് നിറയാൻ പറ്റുമോ? അപ്പാ നീ അറിയുന്നല്ലോ. 2026 ഞങ്ങൾ പ്രവേശിച്ചിരിക്കുക. 27 ദിവസവും ഞങ്ങളെ പിന്നിട്ട് കടന്നു പോയിരിക്കുക. ഞങ്ങളൊന്നും കാണുന്നില്ല, ഞങ്ങളൊന്നും കാണുന്നില്ല. സ്തോത്രം. അതെ, ഏലിയാവിന്റെ ദാസൻ പറഞ്ഞു, സ്തോത്ര യജമാനനെ ഞാൻ ഒന്നും കാണുന്നില്ല, ഞാൻ 6 വർഷം പോയി, മഴയുടെ അടയാളങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ ദൂത് ചെവിക്കകത്ത് കേട്ടവൻ സ്തോത്രം പറയുക, ഇല്ല ഞാൻ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ കർമ്മേലിൽ ഇരിക്കും, ഞാൻ പ്രാർത്ഥിക്കും. ദൈവമാണ് എന്നോട് ദൂത് കൈമാറിയത്, ദൈവമാണ് എന്നോട് പ്രവചിച്ചത്. ഒരു ദൈവദാസനല്ല, ഒരു ദൈവദാസിയല്ല, എന്റെ ദൈവമാണ് എന്നോട് പറഞ്ഞെങ്കിൽ ആ മുഴക്കം എന്റെ ചെവികളിൽ ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നീ പോയി നോക്കണം, ദൈവം എന്തെങ്കിലും അടയാളം തന്നിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുഴക്കം കേൾക്കുന്നുണ്ടോ? വാഗ്ദത്തത്തിന്റെ മുഴക്കം നിന്റെ ചെവികളിലുണ്ടോ? നിന്റെ പ്രാർത്ഥന കുറഞ്ഞു പോകല്ല്, നീ മടുത്തു പോകല്ല്, നീ ക്ഷീണിച്ചു പോകല്ല്. ദൈവാത്മാവ് പറയുക, നീ വിശ്വാസത്തോടെ ചിലതിനോട് കൽപ്പിക്കുക. ഗ്ലോറി, രക്തം ചേമെടുക്കുക, രക്തം ചേമെടുക്കുക. ഹല്ലേലൂയ.
ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു നീ അസ്ഥികളോട് പ്രവചിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഉടനെ പറയുക, ഓ പ്രവാചക, ഉണങ്ങിയ അസ്ഥികളെ, നിങ്ങൾ യഹോവയുടെ വചനം കേൾക്കണം. ഞാൻ പത്രോസിന്റെ കാര്യം പറയാൻ വന്നത് ഇത് പറയാൻ വന്നത് കൊണ്ടാ. ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം കേൾക്കണം. ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ പ്രവചനം. ഹല്ലേലൂയ. സാക്ഷാൽ വചനം ദൈവമാ. വചനം ജഡമായി വെളിപ്പെട്ടു, കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെ പ്രവാചകൻ പറയുക, ഉണങ്ങിയ അസ്ഥികളെ എന്റെ വചനം കേൾപ്പീൻ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ദൈവവചനം ഇരുവായത്തുള്ള ഏതുപോലെക്കാളും മൂർച്ചയുള്ളതാ. പ്രാണനെ, ആത്മാവിനെ, സന്ധിമഞ്ഞുകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഡോക്ടർ, സർജനായ ഒരു ഡോക്ടർ തന്റെ സർജറി ബ്ലേഡ് ഉപയോഗിച്ച് ഒരു വ്യക്തിയെ സർജറി ചെയ്യുന്നതിനേക്കാൾ ഷാർപ്പാ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആ വചനം പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ഇരുവായ്ത്തലുള്ള മൂർച്ചയേറിയ വാളാത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എന്റെ വചനം ഞാൻ അയച്ചാൽ അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. ഞാനത് എന്റെ ഇഷ്ടം നിവർത്തിക്കും. എന്റെ കാര്യം സാധിപ്പിച്ച് ഞാൻ വചനത്തെ എന്ത് ചെയ്യും? മടക്കി വരുത്തുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയില് ഇവിടെ ഉണങ്ങിയ അസ്ഥികളെ, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ, പ്രാർത്ഥിച്ചു മടുത്ത പ്രിയപ്പെട്ടവരെ, നീ മുന്നോട്ടൊരു ഹല്ലേലൂയ ഒരു പ്രത്യാശയുമില്ല, ഈ കാര്യം നടക്കത്തില്ല, ഇതെങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ജീവിതമേ, ദൈവാത്മാവ് പറയുക, നീ എന്റെ വചനം ഒന്ന് കേൾക്ക്. നീ എന്റെ വചനം ഒന്ന് എടുത്തു വായിക്കൂ. നീ എന്റെ വചനത്തെ ഒന്ന് വിശ്വസിക്കൂ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രവാചകൻ പറയുന്നതിലുപരിയായി, ഒരു പ്രവാചിക പറയുന്നതിലുപരിയായി ദൈവവൈതലേ, ദൈവത്തിന്റെ വചനം ഒന്ന് തുറന്ന് വായിച്ചേ. അല്ലല്ല, പ്രാർത്ഥനയോടുകൂടി ഇതൊന്ന് തുറന്നേ. ദൈവാത്മാവ് നിന്നോട് വ്യക്തമായി സംസാരിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്റെ ഒരു ചെറിയ സാക്ഷ്യം ഞാൻ ഈ കഴിഞ്ഞ വർഷം നടന്ന് പറയട്ടെ. എങ്ങും പറഞ്ഞിട്ടില്ല, പലയിടത്തും പറയാന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്റെ മോന് മെഡിസിൻ 5-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളുടെ അവിടെ മെസ്സിലൊക്കെ പല സീനിയേഴ്സ് ഡോക്ടേഴ്സ്, അവരൊക്കെ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവര് ചെറിയൊരു എനിക്ക് അവിടെ അവർ പറഞ്ഞ ഭാഷ മറന്നുപോയി. ചെറിയൊരു ഹോട്ടല് പോലെ ഒരു ചെറിയൊരു ഇതിട്ടു പിള്ളേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും മലയാളികളെ ഇവിടുന്ന് വരുത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മലയാളി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കഫേ പോലെ ഒരു നല്ല ടേസ്റ്റി ഫുഡാ. ഞാൻ കഴിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, പിള്ളേരെല്ലാം അത് കഴിക്കും. പക്ഷെ അതിനകത്ത് നല്ല എന്തോ വരുമാനം, പിള്ളേർക്കൊക്കെ നല്ല വരുമാനം, സീനിയർ പിള്ളേർ ഡോക്ടേഴ്സ്. അപ്പോൾ എന്റെ മോൻ അവിടെ ചെന്ന് പഠിച്ച മോനൊക്കെ അവിടെ ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോയപ്പോൾ അവിടെ ഇത് നടത്തുന്നത് മുസ്ലിം കുട്ടികളാണ്. മുസ്ലിമും ഹിന്ദു ക്രിസ്ത്യാനി 3 ഡോക്ടേഴ്സാണ് നടത്തുന്നത്. അപ്പോൾ എന്റെ തലമുറ അവിടെ ചെന്ന് അവരുമായിട്ടൊക്കെ കൂട്ടായി ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ഇവര് പറഞ്ഞു, എന്റെ മോനോട് പറഞ്ഞു, ആ കഫേയുടെ ഒന്നും കൂടെ അവർ അതിന് ഇതിന്റെ ഒരു റെനോവേഷൻ ഒക്കെ നടത്താൻ പോകുന്നു, വിശാലമാക്കാൻ പോകും. അതുകൊണ്ട് 5 പേരടങ്ങിയ ഒരു സ്തോത്രം നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 5 പേര് അതിനകത്ത് പണം മുടക്കി നമുക്ക് അതിനൊന്ന് വിശാലമാക്കണം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഇതിനകത്ത് ചേരണം എന്ന് പറയും. അപ്പോൾ മോൻ പറഞ്ഞു, അതിനെന്താ നല്ല വരുമാനം. അപ്പൊ അവനോർത്ത് എന്താ, ഇനിയിപ്പൊ ഫീസ് പപ്പായോ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട, അതിനകത്തൊന്ന് കിട്ടണ ഫീസൊക്കെ കൊടുക്കാം. മോൻ സമ്മതിച്ചു. നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാ കേട്ടോ. അപ്പോൾ ഇവൻ സമ്മതിച്ച് കാര്യങ്ങളൊക്കെ ക്രമിച്ചു. ഇവൻ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കാരണം അമ്മ ഒരു ശുശ്രൂഷകയാണ്. ദേവഗീതമില്ലാത്തൊന്നും ഞാൻ എൻ്റെ മക്കളോട് കയ്പുള്ള വെള്ളം കുടിച്ചാലും കൽപ്പന പോലെ നടന്നോണം. ഹല്ലേലൂയ. ദേവദാസന്മാരെ, ഇന്ന് നമുക്കറിയാം നെല്ലിക്കാക്കൊട്ട മറിച്ചതുപോലെ ശുശ്രൂഷകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഞാനും ഒരു ശുശ്രൂഷകയാ. ഞാൻ അനേകരോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാ. 2025 ഞാൻ പോകാത്ത സ്റ്റേറ്റുകളില്ല.
2024 പോകാത്ത 25 ഞാൻ ചെല്ലാത്തതും ഞാൻ പരസ്യയോഗം നടക്കാത്ത കേരളത്തിലെ ഒരു ജില്ലകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കയറി ഇറങ്ങാത്ത പട്ടണങ്ങളിൽ. പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, ഞാൻ പലരെയും വാച്ച് ചെയ്യും, നമ്മുടെ ജീവിതം കൊണ്ടായിരിക്കണം ദൈവത്തിന്റെ വചനം നമ്മൾ പ്രസംഗിക്കാൻ. പലരും നമ്മളോട് പ്രസംഗിച്ച് ഈ കേൾക്കുന്നവരെ ഇംപ്രസ് ചെയ്തിട്ട് അവരുടെ ജീവിതമൊക്കെ തകർന്നു പോകുന്ന ഒരു കാലഘട്ടം അല്ലെ. പാട്ടുകാരൻ ഇങ്ങനെ പാടി, ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി നീ മഞ്ഞ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനകത്ത് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഗൃഹകാര്യം ക്രമത്തിലാക്കി ഭർത്താവിനെയും മക്കളെ സ്നേഹിച്ച് ഭർത്താവിന് കീഴ്പ്പെട്ട് ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ച് ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഒരു ശുശ്രൂഷയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ ദൈവം പ്രസാദിക്കുന്നത്. കുടുംബവും വേണ്ട, കുഞ്ഞുങ്ങളും വേണ്ട, ഭർത്താവും വേണ്ട, എന്തായാലും വെച്ച് കഴിച്ചോ പോകുന്നെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനപ്രകാരം അത് കറക്റ്റ് അല്ല. അത് ഞാൻ പറഞ്ഞങ്ങ് പോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കയ്പുള്ള വെള്ളം കുടിച്ചാലും കൽപ്പന പോലെ നടന്നു. കാരണം ഒരിക്കലും ദൈവം അങ്ങനെ നടക്കുന്നവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല. ഇവനിത് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ, ഈ ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞു, നിന്റെ പാസ്പോർട്ട്, നിന്റെ ആധാർ കാർഡ്, ഏതാണ്ട് എത്ര രൂപയുടെ പേപ്പർ, ഇതൊക്കെ മേടിച്ച് നമുക്ക് അവിടുത്തെ വക്കീലിനെ കൊണ്ട് ഇതെല്ലാം എഴുതിപ്പിക്കാം. പക്ഷെ ഞാനിത് അറിയുന്നില്ല. ആ ദിവസങ്ങൾ, ആ ഒരാഴ്ചയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു 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 ദൈവ നിയോഗം, ഒരു വേദന. എന്തോ ഉപവസിക്കണം. ഞാനിങ്ങനെ ഉപവസിച്ചോണ്ട് ഇപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു വചനം തന്നു. അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം ഇതില ഇങ്ങനെ പറഞ്ഞു, ഞാൻ മിസ്രയീമിന്റെ നാവിനെ ഉന്മൂലനാശമാക്കി ചെരുപ്പ് നനയാതെ അക്കരെ കടത്തും. സത്യം പറഞ്ഞാൽ ഈ വചനം വായിച്ചിട്ട് ഇത് തന്നെ ദൈവം ഇടപെടുക. ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു ചോദിച്ചു, പല റെഫറൻസുകൾ നോക്കി, എന്റെ മാനുഷ്യമായുള്ള പഠിത്തത്തിൽ ഹല്ലേലൂയ, ഞാൻ സ്തോത്രം MDH ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മളൊരു ബൈബിൾ കോളേജ് വിദ്യാർത്ഥി കൊണ്ട് എല്ലാ തലങ്ങളും നോക്കും. എല്ലാ തലങ്ങളും നോക്കിയിട്ട് ഇതിന്റെ ആഴം ദൈവം എന്നോട് എന്താ ഇങ്ങനെ സംസാരിക്കും, എനിക്കത് വെളിപ്പെട്ടില്ല. ഞാൻ പല ദേവദാസന്മാരോടും ചോദിച്ചു, അവര് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും എന്റെ ഹൃദയത്തിൽ വേദന. ഈ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കിച്ചണിൽ കയറുമ്പോൾ, ഞാൻ പോകാൻ ഒരുങ്ങുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യും, എപ്പോഴും ഈ വചനം എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മോന് പിന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ എക്സാം നടക്കുക. പെട്ടെന്ന് ഇവരുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കോള് വന്നു, 5 പിള്ളേരെ പെട്ടെന്ന് നാട്ടിലേക്ക് വിടുക. ആ കുട്ടികൾക്ക് നേരത്തെ ലീവ് കൊടുക്കുക. അവര് 1 മാസത്തെ ലീവ് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരണം. മറ്റുള്ള കുട്ടികളെ എക്സാം കഴിയാൻ പോകുമ്പോൾ ഇവര് തിരിച്ചു വന്ന് എക്സാം എഴുതണം. ആ കൂട്ടത്തിൽ എന്ത് ചെയ്യാ, എന്റെ മോന്റെ പേരും വന്നു. പക്ഷെ എനിക്കറിയത്തില്ല. മമ്മി 5 പേരെ ഞങ്ങളെ വിടുക. അപ്പോൾ എന്റെ ഹൃദയത്തിനൊരു ഭാരം, ദൈവമേ എന്തോ അവര് വിടുന്നേ. അപ്പം മമ്മി എനിക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് 1 മാസത്തിനകം തിരിച്ചു പോകണം. അപ്പൊ ഞാൻ ഉപവാസ, എന്റെ മോൻ വന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ വന്ന് ഇവിടെ നിന്നു. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ, മോനെ ദൈവം എന്നോട് ഇങ്ങനെ ഒരു വചനം ഇടപെടും, നിനക്ക് വേണ്ടി അങ്ങ് അപ്പൊ അവനും എന്ത് ചെയ്യാ, പ്രാർത്ഥനയെ കൂടി ഞങ്ങൾ ഉപവസിച്ച് ഇങ്ങനെ പോവുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, എടാ മമ്മി അറിയാതെ, പപ്പ അറിയാതെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടുണ്ടോ? അപ്പൊ മമ്മിക്ക് ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അവർക്ക് ഒരു കാര്യം ഏൽപ്പിക്കും പറയുന്നില്ല ഈ കാര്യം. ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ആ പിള്ളേർ ഫോൺ ചെയ്ത് പറഞ്ഞു, നീ പെട്ടെന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് കയറി വരണം, നമ്മുടെ പേപ്പർ റെഡിയാക്കണം, കൂടെ 1.5 ലക്ഷം രൂപയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ ഇതുവരെ എന്റെ പപ്പയോട് സംസാരിച്ചിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടൊന്ന് പറയാന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രി ഇവന്മാരെല്ലാം കൂടെ ഒത്തുകൂടി, ഡോക്ടേഴ്സ് എല്ലാം അവിടെ ഒത്തുകൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്മാര് ഡ്രിങ്ക്സ് അടിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എടാ നമ്മുടെ കൂട്ടത്തിലുള്ള എന്റെ മോനെ ഒരു മീറ്റു പെന്തക്കോസുകാരന്, അതുകൊണ്ട് പെന്തക്കോസുകാരെ ആർക്കും കുരുക്കാൻ പറ്റത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ ഒന്ന് കുരുക്കാന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് കേട്ടോണ്ട് കോട്ടയത്തുള്ളൊരു ക്രിസ്ത്യാനി പയ്യൻ കേട്ടോണ്ടിരിക്കുക. ഇവന്മാര് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് പാർട്ടിയൊക്കെ നടത്തി മോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോനെ വിസിറ്റിംഗ് വിസ അയച്ചു കൊടുക്കാൻ, നാളെ തന്നെ അയച്ചു കൊടുക്കാൻ, മോൻ കയറി ചെല്ലണം. പെട്ടെന്ന് രാത്രി കോട്ടയത്തുള്ള പയ്യൻ വിളിച്ചിട്ട് മോനോട് പറഞ്ഞടാ,
ഇങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട്, ഞാൻ ഇന്നൊക്കെ കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ അത് കേട്ടു. ഇവൻ അന്നേരം തന്നെ വിളിച്ച അവന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രോജക്റ്റിന് കോണ്ടാക്ട് ഇല്ല, എന്റെ പപ്പ സമ്മതിക്കത്തില്ല. പപ്പയോട് പറഞ്ഞില്ല, പപ്പ സമ്മതിക്കത്തില്ല, ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്റെ ഇടയ്ക്ക് വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് വരും, മമ്മി എപ്പോഴാ ഫ്രീ ആകുന്നത്? ഞാൻ പറഞ്ഞു, രാത്രി 1 മണിയാകുമ്പോൾ ഞാൻ ഫ്രീ ആകും. എന്താ പറയണ്ടോ? മമ്മി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ പറഞ്ഞു, 1 മണിക്ക് നമുക്ക് സംസാരിക്കാം. 1 മണിയായപ്പോ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാ. ഇവനെ കൊണ്ടുവന്നു, അതല്ല, ദൈവം ചെയ്ത ഒരു അത്ഭുതം ഞാൻ കേൾക്കണം. ഇവൻ വന്നു, 1 മാസം നിന്നു, ഇവന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ഞാൻ ഇവനെ കയറ്റിവിട്ടു. അവിടെ ചെന്ന് ഇവൻ എക്സാം ആയി, മറ്റുള്ള കുഞ്ഞുങ്ങൾ എക്സാം നാട്ടിൽ വന്നു. ഞാൻ പറയട്ടെ, 2 മാസം കഴിഞ്ഞപ്പോൾ മോൻ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല. ഇവന്മാർക്ക് മോനോട് ഭയങ്കര ഒരു മാനസികമായിട്ട് ഒരു അകൽച്ച. ഞാൻ പറഞ്ഞു, നീ അതൊന്നും നോക്കണ്ട, നീ അവരകലുന്നതോ നിന്റെ ദൈവമാണ് നിനക്ക് വേണ്ടിയത്, കൂട്ടുകാരല്ല. നീ ദൈവത്തെ മുറുകെ പിടിക്കും. 2 മാസം അവിടെ ചെന്ന് ഇവനെ ഇവൻ താമസിച്ച റൂമിൽ നിന്ന് എന്റെ മോനെ ദൈവം അങ്ങ് മാറ്റി മറ്റൊരു ഹോസ്റ്റലിലേക്ക് ആക്കി. എന്നിട്ട് അവരുടെ ഹോസ്റ്റല് ദൈവം അവന്മാരെ ആ കഫേ പോലീസ് റെയ്ഡ് ചെയ്തു. റഷ്യന്റെ ഏറ്റവും കനത്തായ പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ 3 കോടിയുടെ മയക്കുമരുന്ന് അവരുടെ കിച്ചണകത്തുനിന്ന് പിടിച്ചു. ഹല്ലേലൂയ. പിടിച്ചിട്ട് നടത്തിപ്പുകാരെ വിളിച്ചപ്പോൾ ഇവന്മാര് 3 പേരുമായി പോലീസ് പിടിച്ച് ഒരുത്തൻ ജയിലിലായി. 1 കോടി രൂപ അടയ്ക്കാതെ അവർക്ക് ജാമ്യം കിട്ടത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ കാര്യം എന്നത് എന്റെ അനുഭവത്തിൽ കൂടി ദൈവം ഒരാലോചന നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ ശത്രു ഒതുക്കിക്കളയാൻ എത്ര ശ്രമിച്ചാലും ഇല്ല, സ്വർഗം എഴുന്നേൽക്കും, ദൈവം എഴുന്നേൽക്കും. ഹല്ലേലൂയ. ദൈവം എന്താ പറഞ്ഞേ? മിസ്രയീമിന്റെ നാവിനെ ഉന്മൂലനം വരുത്തി ചെരുപ്പ് നനയാതെ ഞാൻ അക്കരെ കടത്തും. ഹല്ലേലൂയ. പേര് പോലും പറയാതെ ഒരത്ഭുതമാക്കി. ഓ സ്തോത്രം. ആ കോളേജിനകത്ത്, ആ യൂണിവേഴ്സിറ്റിക്കകത്ത് എന്റെ തലമുറ ഒരു അത്ഭുതമായി മാറി. അവന്റെ മേഡം ദീനൊക്കെ എന്ന് പറയുക. അവനോട് ചോദിച്ചു, നിങ്ങൾ എന്താ കാസ്റ്റാ? ഞങ്ങള് ക്രിസ്ത്യൻ പെന്റക്കോസ്റ്റാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന അമ്മ എവിടെയുണ്ട്? പ്രാർത്ഥിക്കുന്ന അപ്പൻ എവിടെയുണ്ട്? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ ചുറ്റിക്കാൻ നോക്കുന്ന, നിന്നെ തകർത്ത് കളയാൻ നോക്കുന്ന, നിന്നെ മുടിച്ചു കളയാൻ നോക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ദൈവ പൈതലേ, നീ ലജ്ജിച്ചു പോകുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് ഒരു വാർത്ത വന്നെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പറ്റുമായിരുന്നോ? സ്വന്തം തലമുറയെ നേടുവാൻ കഴിയാതെ, ഹല്ലേലൂയ സ്തോത്രം, ഈ വചനം എടുത്ത് പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് വല്ല ഫലവുമുണ്ടോ? ഓ നമുക്കറിയാം, നീതിമാനായ നോഹ, നീതി നോഹ പ്രസംഗിച്ചു. പക്ഷെ തന്റെ തലമുറയെ പെട്ടകത്തിനകത്താക്കുവാൻ ദൈവം സഹായിച്ചു. ലോകത്തെ നേടിയില്ലെങ്കിലും, മറ്റുള്ളവരെ നേടിയില്ലെങ്കിലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കുടുംബത്തെങ്കിലും ക്രിസ്തുവാകുന്ന പെട്ടകത്തിലാക്കുവാൻ ദൈവ പൈതലേ നീ എന്ത് ചെയ്യണം? നീ ശ്രമിക്കണം. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട്, നിന്റെ പ്രാർത്ഥന കൊണ്ട്. ഹല്ലേലൂയ. അവര് പറയണം, എന്റെ മമ്മി പ്രാർത്ഥിച്ചു, എന്റെ പപ്പ പ്രാർത്ഥിച്ചു, എന്റെ ചേച്ചി പ്രാർത്ഥിച്ചു, എന്റെ ആന്റി പ്രാർത്ഥിച്ചു, എന്റെ ദേവദാസം പ്രാർത്ഥിച്ചു. ഈ സാക്ഷ്യം ഞാൻ ആദ്യമായിട്ട് നിങ്ങളോടാ ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്തോ എനിക്ക് പറയാൻ തോന്നി. തലമുറകളെ കുരുക്കിയിട്ടിരിക്കുന്ന, അവരെ കുരുക്കാൻ നോക്കുന്ന, ആത്മഹത്യയിൽ നിന്ന് അവരെ വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന ഹല്ലേലൂയ പൈശാചിക തന്ത്രങ്ങളുടെ മേൽ ചില തന്ത്രങ്ങൾ മെനയുന്ന സ്തോത്രം ചില പോരുകളെ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇവിടെ പറയുക, ഹല്ലേലൂയ, പ്രവാചകൻ അസ്ഥികളോട് പറയാം, നീ എന്റെ വചനം ഒന്ന് കേൾക്ക്. വചനത്തിലാത്ത വിടുതൽ. ഹല്ലേലൂയ. വചനം പറഞ്ഞു. ഹല്ലേലൂയ. അസ്ഥികളോട് വചനം കേൾപ്പീൻ. അങ്ങനെ യഹോവയായ കർത്താവ് അസ്ഥികളോട് ഇപ്രകാരം, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും.
നോക്കൂ, ദൈവം പറഞ്ഞ ദൈവത്തിന്റെ കൈമേൽ വന്ന പ്രവാചകനോ ഗ്ലോറി അസ്ഥി ഉണങ്ങിക്കിടന്നതിനോട് പ്രവചിച്ചപ്പോൾ അവിടെ പറയുക, സ്തോത്രം, ഹല്ലേലൂയ, എന്ത് ചെയ്തു? ഞരമ്പും മാംസവും വെച്ച് പിടിപ്പിച്ചു. ഞരമ്പിനോടും തൊക്കിനോടും, സ്തോത്രം, ഹല്ലേലൂയ, മാംസത്തോടും എന്ത് ചെയ്തു? ഒന്നിച്ച് ചിതറിക്കിടക്കുന്നതിനെ ഒരിക്കലും കൂട്ടി വരുത്തത്തില്ല, ഒരിക്കലും ഐക്യതയിലേക്ക് കൊണ്ടുപോകത്തില്ല, ഒരിക്കലും കുടുംബത്തിനകത്ത് സ്നേഹിക്കാൻ സമ്മതിക്കത്തില്ല. കുടുംബത്തിനകത്ത് ചിതറിച്ചു കളയുന്ന, സഭയെ ചിതറിച്ചു കളയുന്ന, ദൈവജനത്തെ ചിതറിച്ചു കളയുന്ന ഒരു ഒന്നിച്ചു നിന്നാൽ വലിയ കാര്യങ്ങളെ സാധിക്കുമെന്ന് പറഞ്ഞ് ശത്രു അകത്തളങ്ങളിൽ പോർവിളി നടത്തിക്കൊണ്ട് നിനക്കെതിരായി ചില ഗൂഢതന്ത്രങ്ങൾ മെനയുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയാം, നീ അഭിഷേകത്തോടെ ആത്മ നിറവോടെ പ്രാർത്ഥനയോടെ ചിലതിനെ നോക്കി കൽപ്പിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. പ്രവാചകൻ കൽപ്പിച്ചെന്നേ. ദൈവത്തിന്റെ കരമാ വന്നത്, ഒരു ദൈവദാസന്റെ കരമല്ല വന്നത്. ദൈവത്തിന്റെ കരം അവന്റെ മേൽ വന്നപ്പോൾ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, നിന്റെ കരം എന്നോടെ മേൽ ഒന്ന് വരണം. ദൈവമേ, നിന്റെ കരം എന്റെ ശുശ്രൂഷയുടെ മേൽ, ദൈവമേ, എന്റെ കുടുംബ ജീവിതത്തിന്മേൽ, എന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ, ദൈവമേ, നിന്റെ കരം ഒന്ന് വെളിപ്പെടണമേ എന്ന് എത്ര പേര് ഇതിനകത്ത് പ്രാർത്ഥിക്കും? ദൈവത്തിന്റെ കരം ഇറങ്ങിയാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരം ഇറങ്ങിയാൽ നീ ചില അത്ഭുതങ്ങൾ കാണുവാനിടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പ്രവാചകൻ അങ്ങനെ പ്രവചിച്ചു. അവ ഒന്നിനോടൊന്ന് കൂടി ചേർന്നു. ഹല്ലേലൂയ. കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു മുഴക്കം കേട്ടു. ഹല്ലേലൂയ. കണ്ടോ? മുഴക്കം കേട്ടു. ഒരടയാളം വെളിപ്പെട്ടു. അസ്ഥിയോടി വന്നു. പിന്നെ ഞാൻ നോക്കി, അവിടെ മേൽ ഞരമ്പും മാംസവും വന്നു. അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞത് ഞാൻ കണ്ടു. പക്ഷെ അവയിൽ ശ്വാസമില്ലായിരുന്നു. പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഒരു മുഴക്കം കേട്ടു. ഞാൻ അവനെ കർമ്മേലിൽ മഴയുടെ മുഴക്കം ആര് കേട്ടു? ഏലിയാവ് കേട്ടു. ഇന്ന് രാത്രി ഉപവസിച്ചിരിക്കുന്ന സഭയെ, ഉപവസിച്ച ദൈവമൈതലേ, നിന്റെ ചെവിയിൽ ചില മുഴക്കം കേൾക്കുന്നുണ്ടോ? ചില പ്രവചനത്തിന്റെ ദൂതിന്റെ മുഴക്കം, അത് പൂർത്തീകരണത്തിന്റെ ദൂതിന്റെ മുഴക്കം ചെവി കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവാത്മാവ് അറിയാ, എനിക്ക് പ്രവർത്തിക്കാനുള്ള വർഷമായത്. പ്രാർത്ഥിച്ചോ കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മുഴക്കങ്ങൾ ബിന്ദു വായിച്ചു. ഹല്ലേലൂയ. ദേവദാസിയെ ദൈവാത്മാവ് അറിയുക, നീ വിട്ടുകൊടുക്കണ്ട, നീ പ്രാർത്ഥിച്ചോ. ചില ദൈവ പ്രവർത്തികൾ കുടുംബത്തിന്റെ അകത്തളകൾ എനിക്ക് ചെയ്യുവാനുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദേവദാസിയെ വ്യക്തമായി ദൂതനായി മാറി. നാളുകൾ കൊണ്ട് നീ നിലവിളിക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യേ ദൈവാത്മാവ് പറയുക, ചില ശൂന്യതകളെ മാറ്റി ചിലതിനെ നിറയ്ക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളും മാസങ്ങളും ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂതനാൽ ഈ ദിവസങ്ങൾ നീ എന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക. എന്റെ വചനം നീ വായിക്കുക. എന്റെ വചനം വായിച്ച് നീ ചിലതിനോട് കൽപ്പിക്കുക എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ദാസിയെ എന്നോട് ദൈവാത്മാവ് ദൂതറിയിക്കുക. പ്രവാചകൻ പറയാ, ദൈവമേ, ഞാൻ മുഴക്കം കേട്ടു. അസ്ഥിയോട് ചേർന്നു, മാംസത്തോട് വന്നു ചേർന്നു, തൊക്കിനോട് ചേർന്നു. പക്ഷെ അവക്ക് ജീവനില്ല. ചിലതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, പ്രാർത്ഥിച്ച് ചിലതൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ ജീവനില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഒതുങ്ങിയിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. രക്തം ക്ഷേമെടുക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവം പറയുക, നീ എന്ത് ചെയ്യണം? നീ കാറ്റിനോടൊന്ന് പ്രവചിക്കണം. നീ പ്രവാചക, നീ കാറ്റിനോടൊന്ന് പ്രവചിക്ക്. ഹല്ലേലൂയ. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അത് ശ്വാസമേ, നീ 4 കാറ്റുകളിൽ വന്ന് ഈ നികിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. നീ കാറ്റിനോട് പ്രവചിക്കുക. ഹല്ലേലൂയ. അവ നിന്റെ മേൽ വന്ന് ഊതും. ചില കാറ്റുകൾ, ഹല്ലേലൂയ, ദേവദാസിയെ, ദേവദാസന്മാരെ, പ്രിയപ്പെട്ടവരെ, ചില കാറ്റുകൾ ശ്വാസമില്ലാതിന്മേൽ കിടക്കുന്ന ചില മുഴക്കമൊക്കെ നീ കേട്ടു. ചിലതൊക്കെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവ് ചില വിഷയത്തിന്മേൽ ശ്വാസമില്ല, പ്രവർത്തിക്കാൻ കഴിയാതെ, ശ്വാസമില്ലാതെ
ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതമേ, നീ കാറ്റിനോട് കൽപ്പിക്ക്, ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. പ്രവാചകൻ പ്രവചിച്ചു, കാറ്റ് 4 വശത്തുനിന്നും വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവയുടെ മേൽ ഊതി പ്രവചിച്ചപ്പോൾ അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ആഗ്രഹിക്കുന്നില്ലേ ഞങ്ങളുടെ വിഷയം കർത്താവേ ഒരു പ്രശംസാ വിഷയമായി മാറും? എന്റെ വിഷയം മറ്റുള്ളവരുടെ സാക്ഷ്യം പറയുന്ന ഒരു വിഷയമായി മാറണം. ഒരു സൈന്യമായി ഞങ്ങൾ എഴുന്നേൽക്കണം. എന്റെ സഭയ്ക്കകത്ത് ചില ദൈവപ്രവൃത്തികൾ നടക്കണം. എന്റെ കുടുംബ ജീവിതത്തിനകത്ത് കൂടിച്ചേരുവാൻ കഴിയാതെ വണ്ണം പ്രയാസമിട്ട് സംസാരിക്കുന്ന ആളുകൾ കൊണ്ട് പരസ്പരം കോൺവെർസേഷൻ ഇല്ലാതെ ആയിരിക്കുന്ന ജീവിതമേ, ദൈവാത്മാവ് പറയുക, നിന്റെ വിഷയത്തിൽ മേൽ നീ ചിലതിന്റെ മേൽ ജീവൻ പ്രാപിക്കാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. പ്രവചിച്ചു, അവരുടെ മേൽ ജീവൻ വന്നു. എന്നിട്ട് ദൈവം പറയും, എന്നിട്ട് നീ അവരോട് പ്രവചിക്കണം. ഇസ്രായേൽ മക്കളോട് പ്രവചിക്കേണ്ട എങ്ങനെയാ? 11-ാം വാക്യം പറയുന്നു. ഹല്ലേലൂയ, എന്താ പറയുന്നേ? അവനോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുക. അതുകൊണ്ട് ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുക, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുക. ഞങ്ങളുടെ വിഷയങ്ങൾ നടക്കത്തില്ല, ഞങ്ങൾ ഇനി കൂടി ചേരത്തില്ല, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കത്തില്ല, എന്റെ തലമുറയ്ക്ക് വേണ്ടി അത് നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവം പറയുക, അങ്ങനെ ഇരിക്കുന്ന ജീവിതങ്ങളോട് നീ പ്രവചിക്കുക. എന്താ പ്രവചിക്കണ്ടേ? എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കാൻ പോകുക. ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങൾ അതിനകത്തുനിന്ന് കയറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഞാൻ മറുപടി തരാൻ പോകുക. നമുക്കറിയാം, മരിച്ച് 4 നാറ്റം വമിച്ച ലാസറിന്റെ കല്ലറിലേക്ക് യേശു ചെന്നിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ലാസറേ പുറത്തു വാ. ഹല്ലേലൂയ, പുറത്തു വാ. ഇസ്രായേൽ ജനത്തിന്റെ ശവക്കുഴി ഞാൻ തുറക്കും. ചിലത് കെട്ടി ഒതുക്കി ശവക്കല്ലറയിലാക്കി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് വാദിച്ച ചില വിഷയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ ഞാൻ പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗി രക്തം ചേമെടുക്കുക, രക്തം ചേമെടുക്കുക. ദൈവാത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ആ പാട്ട് പാടിയ മോളോട് ബ്ലസ്സി, ദൈവാത്മാവ് സംസാരിക്കുക നിന്നോട്, കുഞ്ഞെ നീ ഇങ്ങനെ ആയാ പോരാ. ഹല്ലേലൂയ, നീ ഇങ്ങനെ ആയാ പോരാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഒരു പ്രത്യേക അനോയിന്റ്മെന്റ് ഈ ദിവസങ്ങളിൽ നീ ഏറ്റെടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് അറിയുക. പലപ്പോഴും നീ ചിന്തിക്കുന്നുണ്ട്, കർത്താവേ എന്നെ കൊണ്ട് അത് സാധിക്കുമോ? എന്നെ കൊണ്ട് നടക്കത്തില്ലല്ലോ. ഞാൻ എന്താ ഇങ്ങനെ? ഞാൻ കർത്താവ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ലല്ലോ. പലപ്പോഴും ഞാൻ ഒതുങ്ങി പോകുകയല്ലേ, പലപ്പോഴും ഞാൻ വേദനിച്ചു പോകുകയല്ലേ, പലപ്പോഴും ഞാൻ നിരാശപ്പെട്ടു പോകുകയല്ലേ എന്ന് നീ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടിയാ ഇന്ന് രാത്രിയിലെ ദൈവത്തിന്റെ വചനമെന്ന് പ്രിയ ദൈവ പൈതലേ, ദൈവാത്മാ വ്യക്തമായി നിന്നോട് ദൂതറിയിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൈ നിന്റെ മേലൊന്ന് വരുവാൻ, ചില വിഷയങ്ങൾക്ക് നീ ഭാരപ്പെടുന്നത് നിന്നെ കാണുന്നവർക്കൊന്നും വിഷയമുണ്ടെന്ന് അറിയത്തില്ല. നിന്നെ കാണുന്നവരോട് പലരോട് നിന്റെ വിഷയങ്ങൾ നീ ഷെയർ ചെയ്യാറുമില്ല. എന്നാൽ ദൈവാത്മാവ് പറയുക, നീ ഒന്ന് പ്രാർത്ഥിക്കു കുഞ്ഞേ. ദൈവമേ, ആ കരം എന്റെ മേലൊന്ന് വരണം, ആ കരം എന്റെ കുടുംബത്തിൽ ഒന്ന് ഇറങ്ങണം, എന്റെ വിഷയത്തിലൊന്ന് ഇറങ്ങണം. ദൈവാത്മാവ് പറയുക, ചില കാറ്റുകൾ നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് അടിച്ച് നീ ആളുമാറുകളെ പോലെ ആയി തീരുവാൻ. ഈ 2026 കുഞ്ഞെ, നീ ആളുമാറുകളെ പോലെ നിന്നെ ആക്കി തീർക്കുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി മകളെ നിന്നോട് ദൂതറിയിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ഇസ്രായേൽ ജനത്തോട് പറയുക, അതെ ഞങ്ങൾ തീരെ മുടിഞ്ഞു, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ യിരെമ്യാവിൽ തന്നെ 29-ാം അധ്യായത്തിൽ ദൈവം അവരോട് പറയുന്നുണ്ട്, സ്തോത്രം, നിങ്ങള് വളരെ വേദനിച്ചിരിക്കുക. ദൈവം ഇസ്രായേൽ പറയുന്ന ഒരു വാക്യമുണ്ട്, സ്തോത്രം. എന്ത്? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവേണം. ഞാൻ നിങ്ങളെ കുറിച്ചുള്ള
എന്റെ നിരൂപണങ്ങൾ ഇന്നതവയെന്നു ഞാൻ അറിയുന്നു. അതെന്ത് ചെയ്യാം? തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എത്തുന്ന നിരൂപണങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്റെ സന്നെ ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്റെ വചനത്തെ ഒന്ന് വിശ്വസിക്കണം. ഓ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആ ജനത്തോട് പറയാ, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ വേദനിക്കേണ്ട. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, നിങ്ങൾ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറയാ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റുമോ. ദൈവത്തിന്റെ ഉറപ്പ് കണ്ടോ? ഓ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തോട് ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, പ്രവാസകാലം വേദനയാ അല്ലേ? പലരും ഇതിനകത്ത് പ്രവാസത്തിലല്ലേ? പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നീ കരയണ്ടെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങോട്ട് വന്നിട്ട് ആ കണ്ണുനീരിനെ ഒന്ന് തുടച്ചു കളയുവാൻ, ഒരു വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ കുഞ്ഞെ കരയണ്ട, നിനക്ക് ഞാനുണ്ടെന്ന് പറയുവാൻ മാനുഷികമായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മൾ എത്ര സ്നേഹിക്കുന്ന ഭർത്താവായാലും, എത്ര സ്നേഹിക്കുന്ന ഭാര്യ ആയാലും, എത്ര സ്നേഹിക്കുന്ന മാതാപിതാക്കളായാലും, എത്ര സ്നേഹിക്കുന്ന മക്കളായാലും ഒരു പരിധി വരെയേ അവർ നമുക്ക് വേണ്ടി നിൽക്കത്തുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. ദൈവം പറയുക, പ്രവാസത്തിൽ കിടക്കുന്ന ജീവിതത്തോട് ഇരമ്യാവിൽ കൂടി വിളിച്ച ഞാൻ പ്രവാസം മാറ്റും. നിങ്ങൾ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്നെ വെളിപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ. ഞാൻ നിങ്ങള് എവിടെ നിന്ന് നിങ്ങൾ വിട്ടുപോയോ, എവിടെ നിങ്ങളെ ശത്രു നിന്ദയാക്കുവാൻ, നിങ്ങളെ കൂത്തുകാഴ്ചയാക്കുവാൻ, എവിടെ നിന്ന് ശത്രു നിങ്ങളെ ഓടിച്ചു വിട്ടോ, എവിടെ നിങ്ങൾ അപമാനമാക്കിയോ, ആ ദേശത്തേക്ക്, ആ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ എന്ത് മടക്കി വരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവ് പറയുക, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാണ്ടൊക്കെ വേണം. ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ആ പറഞ്ഞ ദൈവം എഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോ ദൈവം പറയുക, പ്രവാചകനെ അയച്ചു, പ്രവാചകന്റെ മേൽ കൈ വന്നിട്ട് ദൈവം പറയുക, ഞങ്ങളെ പ്രത്യാശ നഷ്ടപ്പെട്ടു, ഞങ്ങൾ മുടിഞ്ഞു കർത്താവേ, ഞങ്ങൾക്ക് സാധ്യതയില്ല, ഞങ്ങൾ ഉണങ്ങിയിരിക്കുക, ഞങ്ങളെ വിളിക്കാൻ ആരുമില്ല, ഞങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുമ്പോ ദൈവം ഇല്ല. തയ്യാറാണോ? എന്റെ വചനം ഒന്ന് കേൾക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഇതിനോട് കൽപ്പിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, ഞാൻ ഒരു കാര്യമാ, സ്വന്തം വരുന്ന നിർജീവമായി തീർന്ന ഗർഭപാത്രത്തിലേക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് സന്തതിയെ ചുറ്റിക്കുവാൻ സകല സാധ്യതകളും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു ഗർഭപാത്രത്തിനകത്ത് ഒരു വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിനെ കൊടുക്കുവാൻ എന്റെ ശക്തനാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമേ, എന്റെ ദൈവം പ്രവർത്തിക്കും കേട്ടോ. ദൈവം പ്രവർത്തിക്കും. വിശ്വാസമാണ് എല്ലാത്തിനും ആധാരം. വിശ്വാസമാണ് ദൈവം വേണ്ടി. നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നീ വിശ്വസിച്ചോണ്ടാണ് ഇന്ന് രാത്രി കയറിയത്. അത് എന്തെങ്കിലും ഒന്ന് കേൾക്കാനാണോ? മുൻവിധിയോട് നിന്റെ കൈ എന്റെ മേലൊന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് കൽപ്പിക്കും. ഞങ്ങൾക്ക് കൂടി ചേരും. ചിലർക്ക് ഒന്നിച്ച് വ്യക്തമായി ഇടപെടുക. നമുക്ക് ദൈവത്തിന്റെ ഒന്ന് കണ്ണുകളടയ്ക്കും. ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവചനം നമ്മളെ പറയുന്ന ഒരു ദൈവത്തിന്റെ തീർച്ചയായിട്ടും
വചനം പറയുന്ന ദേവദാസന്മാരൊക്കെ കഴിയുമ്പോൾ അവരൊക്കെ മാറിപ്പോകും. വചനം പറഞ്ഞെങ്കിൽ ഒരിക്കലും നിവർത്തീകരിക്കുക തന്നെ ചെയ്തു. ക്ലിയർ ആവുന്നില്ല, എനിക്ക് നെറ്റ് കട്ടാൻ തോന്നുന്നു. സിസ്റ്റർ കേൾക്കുന്നില്ല. ദൈവം എന്നോട് ക്ലിയർ ആവുന്നില്ല, ക്ലിയർ ആവുന്നില്ല, ക്ലിയർ അല്ല, ക്ലിയർ അല്ല, ക്ലിയർ ആവുന്നില്ല. ഇല്ല, ക്ലിയർ ആവുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. കേൾക്കാമോ? കേൾക്കാം. ഇട്ട് കട്ടായി. കേൾക്കാമല്ലോ? കേൾക്കാമല്ലോ? ഞാൻ ഫോണിന് ചേഞ്ച് ചെയ്ത് വൈബ് എന്തോ പ്രശ്നം വന്നോണ്ട്. ഓക്കെ, ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്ന ഇന്ന് രാത്രി എന്റെ ദൈവം എന്നോട് സംസാരിച്ചു. എന്റെ വിഷയത്തിന്മേൽ എനിക്ക് ഒരു മറുപടി ഉണ്ട്. ഉണങ്ങിക്കിടക്കുന്നതിന് മേൽ ദൈവത്തിന്റെ കരം വരും. എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ, എവിടെ ഞാൻ തല താഴ്ത്തിയോ, എവിടെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാതിരുന്നു, അവിടെയെല്ലാം ദൈവം എന്നെ 2026 ദൈവം എന്റെ തല ഉയർത്താൻ പോകുക. ദൈവം എന്റെ തലമുറയെ മാനിക്കാൻ പോകുക. ദൈവം എന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കാൻ പോകുക. ഹല്ലേലൂയ. തീരെ മുടിഞ്ഞു കിടക്കുമ്പോൾ ദൈവം പറയാ, കുഞ്ഞെ നീ ഒന്ന് എഴുന്നേക്ക്, നീ ഒന്ന് വചനത്തെ കയ്യിലെടുക്ക്, വചനത്തെ നോക്കി നീ ഒന്ന് പ്രവചിക്ക്. അത് വചനം ജീവിതത്തിൽ ക്രിയ ചെയ്യുമെന്ന് എന്റെ ദൈവം എന്നോട് സംസാരിച്ചു. ഇന്ന് രാത്രി എന്ന ഉറപ്പുള്ള ദൈവമക്കളെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതെ, ദൈവം ചില വിശാലതകൾ വരുത്താൻ പോവുക. ദൈവം ചില വിശാലതയിലേക്ക് വരുന്ന നാൾ നിങ്ങൾ പ്രവചനങ്ങളൊക്കെ കേട്ടു. എന്നാൽ ഞാൻ പറയട്ടെ, പ്രവചിക്കുന്ന ദേവദാസന്മാർ ലോകത്തുനിന്ന് മാറ്റപ്പെടും. പ്രവചിക്കുന്നവരുടെ ജീവിതം മാറിപ്പോവും. പക്ഷേ ദൈവം ആ ഒരു ആലോചന നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി അതിന്റെ സ്വർഗം ചെയ്തെടുക്കുവാനിടയായിത്തീരും. ഒരു വിശാലത ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനകത്ത് കയറിപ്പോൾ ബീന സിസ്റ്ററോട് പറഞ്ഞു, ബീന സിസ്റ്ററെ, ഇതിനകത്തൊരു വിശാലതയുണ്ട്, ഇതിനകത്തൊരു വിശാലതയുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവം ചില പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. നിങ്ങൾ മറ്റുള്ളവരോട് പറയാതെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുക, സ്തോത്രം, ചില വിഷയങ്ങൾക്കുള്ള മറുപടി 2026 വെളിപ്പെടും. 2025 ചിലതൊക്കെ പ്രാപിച്ചെടുത്തതാ, എന്നാൽ ചിലത് ബാലൻസ് അവശേഷിക്കുന്നുണ്ട്. ദൈവാത്മാവ് ചിലതൊക്കെ ദൈവദാസിയെ എന്റെ കുടുംബത്തിനകത്ത് ചെയ്തെടുക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം എന്റെ 8-ാം വാക്യം പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു.
ഇതാ നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. ദേവദാസിയെ വ്യക്തമായി ദൈവാത്മാവ് ഇടപെടുക നിങ്ങളോട്. ഒരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക, അതാർക്കും അടച്ചുകൂടാ. പലപ്പോഴും അടച്ചു കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ, ശൂന്യത വരുത്തുവാൻ, ഇന്ന് പറഞ്ഞതുപോലെ അസ്ഥിത്താഴ്വരെ ചിതറി ചുണക്കി കളയുവാൻ ശത്രു പലപ്പോഴും എഴുന്നേറ്റപ്പോഴും ദൈവാത്മാവ് പറയും, അനേകരുടെ പ്രാർത്ഥനയാകുഞ്ഞേ ഈ ലെവലിൽ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചത്. എന്നാൽ ദൈവാത്മാവ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുക, ഞാൻ നിന്റെ പ്രവൃത്തി, നീ എന്റെ വചനം കാത്തു, നീ വചനത്തിന് പ്രാധാന്യം കൊടുത്തു. നീ മറ്റുള്ളവരെ വിളിച്ചു വചനം കേൾക്കുവാൻ, വചനം പറയിപ്പിക്കുവാൻ. ആ ദൈവവചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വചനം വായിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ആരാ? ഭാഗ്യവാന്മാരാ. വലിയ വലിയ ബിൽഡിങ്ങൾ കെട്ടിപ്പൊക്കുന്നതിലോ സമ്പതൊക്കെ നമുക്ക് വേണം, 10 തലമുറ നന്മ ഒരുക്കിയിട്ടോ അതൊക്കെ വേണം. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് നീ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം പറ, നിന്റെ പ്രവൃത്തി ഞാൻ അറിയ ദേവദാസി, പ്രവൃത്തി അറിയുന്നു. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. നിനക്കൽപ്പമേ ശക്തിയുള്ളൂ, നിനക്കൽപ്പമേ ശക്തിയുള്ളൂ. കാണുന്ന പോലെയല്ല കേട്ടോ, ഉള്ളിന്റെ ഉള്ളിൽ നിഷ്കളങ്ക ഹൃദയമാ. ഹല്ലേലൂയ. ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിഷ്കളങ്ക ഹൃദയമാ. ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂതനോട് പറയാൻ പറയും. അന്യനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. ദേവദാസിയെ ദൈവം അറിയുക കേട്ടോ, ദൈവം അറിയുക. ഇന്ന് രാത്രി ചോദിച്ചില്ലേ സിസ്റ്ററെ കൂടി, ദൈവമേ നീ എന്നോട് സംസാരിക്കണം, സിസ്റ്ററിൽ കൂടി ഇതുവരെ പറയാത്തൊരു ആലോചന ഞാൻ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ദേവദാസി ഇന്ന് രാത്രി നീ സൂം ഓപ്പൺ ചെയ്തത്? ആത്മാവ് അങ്ങനെ തന്നെ ചോദിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു കേട്ടോ. ഒരു ദൈവ പ്രവൃത്തി ഉണ്ട്, നിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന എല്ലാം ദൈവം കുറിച്ചു വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്വർഗം കുറിച്ച്. മനുഷ്യന് വിളങ്ങുവാൻ ഒന്നും ചെയ്യല്ലേ, മനുഷ്യന്റെ പുകഴ്ച, മനുഷ്യന്റെ പ്രശംസ ഒന്നും ഏറ്റെടുക്കല്ലേ. ദൈവം നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയും. ഇന്ന് രാത്രി ആ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. കാരണം എന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തു, എന്റെ വചനത്തെ സ്നേഹിച്ചു, എന്നെ നീ സ്നേഹിച്ചു. ഹല്ലേലൂയ. രാത്രി ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കേണ്ട സമയം തീർന്നല്ലോ. നമുക്ക് ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ബിച്ചു എന്ന ഡിവൈസിലായിരിക്കുന്ന പ്രിയാങ്കളെ, ദൈവാത്മാവ് നിങ്ങളെ സ്നേഹിക്കുക കേട്ടോ. ദൈവം നിങ്ങളോട് വ്യക്തമായി ദൂതറിയിക്കുക. ചില വിഷയങ്ങളുടെ നടുവിൽ ഏറ്റവും മുടങ്ങിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബമായിട്ട്. ആ വിഷയങ്ങളുടെ മധ്യ ദൈവാത്മാവ് ഇങ്ങനെ പറയുക, ചെങ്കടൽ തന്റെ അടുക്കലേക്ക് വന്ന ജനം ചെങ്കടൽ വരുന്നതിന് മുമ്പ് തന്നെ മിസ്രൈമിലായിരുന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെങ്കലിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വഴി തുറന്നിട്ടിരുന്നു. എന്നാൽ അവരത് അറിഞ്ഞില്ല. ദൈവാത്മാവ് വാത്സല്യ കുടുംബത്തോട് പറയുക, ചില വഴി, എനിക്കറിയില്ല, അങ്ങനെ തന്നെ ആത്മാവ് ഇടപെടുന്നു. ബിജു എന്ന് എഴുതിയിരിക്കുന്ന ഡിവൈസിനോട് ദൈവാത്മാവ് ഇടപെടും. അങ്ങളെ ചില വഴി, ചില വഴി, ചില വഴി. അതെ, ആരും കാണാത്തത്, ആരും കാണാത്തത്. കലങ്ങി മറയുന്ന ചെങ്കടലിനകത്ത് മുക്കിക്കളയാൻ നോക്കുന്ന ആ ചെങ്കടലിനകത്ത് ആരും അറിയാതെ ഒരു അനുഗ്രഹത്തിന്റെ വഴി തുറന്നിട്ടതുപോലെ ദേവദാസനെ, പ്രിയ അങ്കിളെ, പ്രിയ ആന്റിയെ, ആത്മാവ് പറയുക, ഒരു വഴി ദൈവം മറച്ചിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ കരയുക. ദൈവമേ, എന്നത് നടക്കും, എന്നത് സാധിക്കും, എന്ന് ഞങ്ങൾ എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഏത് വിഷയത്തിന്മേൽ നിങ്ങൾ കരയുന്നോ, ദൈവാത്മാവ് വിഷയം എന്നെ എടുത്തു കാണിക്കുക. അതിനകത്ത് ദൈവാത്മാവ് പറയാ, ഭയപ്പെടേണ്ട കേട്ടോ, ഉറച്ചു നിന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിന്നു. വടി നീട്ടിക്കോ, വടി നീട്ടിക്കോ, വടി നീട്ടിക്കോ. അതിനകത്ത് കിടക്കുന്നത് പുറത്തു വരാൻ പോകുക. പുറത്തു വന്ന് മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ സഭയോട് ദൂത് പറയത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തിയുടെ കുടുംബത്തിനകത്ത് സ്വർഗം വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ ആത്മ വ്യക്തമായി ദൂത് കൈമാറി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. കർത്താവ് 7:30 പ്രാർത്ഥിച്ചു തുടങ്ങിയ മീറ്റിംഗ് എത്രത്തോളം സമയം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചതിനായി സ്തോത്രം. എന്റെ മക്കളെ കർത്താവെ എത്രത്തോളം ഈ ഗ്രൂപ്പിനെ എന്റെ ദൈവം മാനിച്ചല്ലോ, ദൈവം അനുഗ്രഹിച്ചല്ലോ. അനേക അഭിക്തശക്തന്മാർ, അഭിഷിക്തന്മാർ വചനം പറഞ്ഞ പ്ലാറ്റ്ഫോം കർത്താവെ കടിയനും പറയുവാൻ ദൈവം സഹായിച്ചു. തന്റെ ദാസിയെ, കുടുംബത്തെ, ദാസിയുടെ വിഷയങ്ങളെ, ഇതിനകത്ത് കടന്നു വന്ന എല്ലാ അഭിഷിക്ത ഗണങ്ങളെ, ദൈവമക്കളെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെയൊക്കെ സഹോദരന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പറഞ്ഞ വചനം പോലെ ഉണങ്ങിയത് കർത്താവെ, ഉണങ്ങി കിടക്കുന്നത്, ഓ ഗ്ലോറി, അത് കർത്താവെ കൂടിച്ചേരുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, കർത്താവെ നഷ്ടപ്പെട്ട തിരിച്ച് മടക്കിയെടുക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച തലമുറകൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുന്നതിനായി സ്തോത്രം. അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. കർത്താവ് അനുവദിച്ച വീണ്ടും ഒന്നിച്ചു കൂടുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥനയായിട്ട് ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയമീന സിസ്റ്ററോടും കുടുംബത്തോടും എന്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നെ സേവിച്ച നന്ദി, സ്നേഹം ഒരുക്കി. നിങ്ങൾ പ്രാർത്ഥന അല്ലെങ്കിൽ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിനെ താണിരിക്കുന്നു. മാറാനാഥ, യേശു വരാറായി.